ഇപ്പോൾ നമ്മൾ സംസാരിച്ചു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡയറക്ടേഴ്സ് ഇപ്പോൾ സെയിം കഥ തന്നെയായിരിക്കും, സെയിം കഥാതന്തു തന്നെയായിരിക്കും, പക്ഷേ അവരുടെ വ്യക്തിമുദ്ര, അവരുടെ ഒരുപാട് അവരുടെ കളർ പാലറ്റ് ആയിക്കോട്ടെ, അവരുടെ ഷോർട്ട് സെലക്ഷൻ ആയിക്കോട്ടെ, അവരുടെ എഡിറ്റിംഗ് പോയിന്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ വെച്ച് അവരുടേതായ ഒരു പുതിയ ഫ്രഷ്നെസ് ക്രിയേഷനിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദിലീഷ് പോത്തേട്ടൻ സ്റ്റൈൽ, അമൽ നീരദ് സ്റ്റൈൽ, അങ്ങനെയുള്ള മലയാളത്തിൽ സിഗ്നേച്ചേഴ്സ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരുപാട് സംവിധായകർ നമുക്കിടയിലുണ്ട്. ഈ അടുത്ത് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രശസ്തമായ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ദിലീഷ് പോത്തൻ നൽകിയ ഒരു ഇൻ്റർവ്യൂ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഇവിടെ ആവർത്തിക്കാം. നമ്മൾ സിനിമയിൽ നമ്മൾ സെറ്റ് പീസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിലും പരിസരങ്ങളിലും ഒക്കെ ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ. യഥാർത്ഥത്തിൽ സിനിമയുടെ ക്രക്സ് എന്ന് പറയുന്നത് ആക്ടേഴ്സാണ്. അപ്പോൾ ആക്ടേഴ്സിനെ വിളിച്ചുകൊണ്ട് നിർത്തി ഒരു നാടകം ശൈലിയിൽ അവർക്ക് റിഹേഴ്സൽസ് കൊടുത്ത് അവരെ ഫ്രെയിം ചെയ്ത് ഓരോ ഷോട്ട്സ് ബിഫോർ ഒരു പ്രീ ട്രയൽ പോയി അത് പിന്നീട് ഒരു ഷൂട്ടിംഗ് സെറ്റിലോട്ട് കൊണ്ടുവന്ന് ഡിപ്ലോയ് ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം, ആ ഒരു സ്റ്റൈല് ഇപ്പോൾ ദിലീഷ് പോത്തൻ്റെ സ്റ്റൈലിലൊക്കെ വളരെ പ്രകടമായിട്ട് കാണുന്നുണ്ട്. മനോജിൻ്റെ ഒരു വിഷനിൽ അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആ കാര്യങ്ങളെക്കുറിച്ച് ദിലീഷ് പോത്തൻ സാറ് ഭയങ്കര വ്യക്തമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ടെക്നിക്കൽ സൈഡ് നമ്മൾ എത്രയും ഭയങ്കര സൗണ്ടാണെങ്കിലും ആക്ടേഴ്സിനെയാണ് നമ്മൾ എത്രയൊക്കെ ബാക്ക്ഗ്രൗണ്ടും ലൈറ്റപ്പിങ്ങും കളർ പാലറ്റും എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ആക്ടേഴ്സ് വഴിയാണ് നമ്മൾ ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് ഈ ഇമോഷൻസ് നമ്മൾ കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഇപ്പം എല്ലാ ആക്ടേഴ്സിനും ഓരോ സിഗ്നേച്ചറുണ്ട്. അപ്പോൾ അവർ സന്തോഷിക്കുന്ന രീതി, അവരുടെ ഇമോഷൻസ് അവർ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ മിക്കവാറും നമ്മൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും മിക്കവാറും സിനിമകളിൽ. പക്ഷെ അവരെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യുമ്പോൾ കുറേ കൂടെ മാജിക്ക് നമുക്ക് അവരിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ലൈറ്റപ്പിങ്ങിനും ബാക്കി മറ്റ് ടെക്നിക്കൽ സൈഡുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അതേ സമയം തന്നെ ആക്ടേഴ്സിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ അവർക്ക് റിഹേഴ്സലിനും ബാക്കി നമ്മളൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്യാൻ അത് എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവരായിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കും. അപ്പം നമ്മളൊരു പുതുമുഖ സംവിധായകനാണ്. ഇപ്പം മനോജ് ആൾറെഡി കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് എപ്പോഴും ഒരു പുതുമുഖത്തിന് പുതിയ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ അവരുടെ ഒരു സെറ്റപ്പിലോട്ട് വരുമ്പോൾ എത്രത്തോളം പ്രായോഗികമാണ് ഇങ്ങനത്തെ ഒരു ആക്ടേഴ്സ് ട്രെയിനിങ്, അതെങ്ങനെ സാധിച്ചെടുക്കാം മനോജിൻ്റെ ഒരു വിഷനിൽ? നമ്മൾ ഷോർട്ട് ഫിലിംസിലോട്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ സിനിമയുടെ ക്യാൻവാസിലല്ല ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാകുന്നത്. ഭയങ്കര ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആയിരിക്കും, അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പം നമുക്ക് ഓഡീഷൻസ് ചെയ്യാനുള്ള സംവിധാനം ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്നുള്ള ആക്ടേഴ്സിനെ നമ്മൾ ആ ഒരു ഫിഗറുള്ള ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുക, അവരെ ട്രെയിൻ ചെയ്യിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഭയങ്കര രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഇപ്പം നമ്മുടെ ഒരു ആക്ടറിനെ കണ്ടുപിടിച്ചിട്ട് അയാളെ ക്യാരക്ടറാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനുപരി നമ്മുടെ ക്യാരക്ടറായിട്ട് രൂപസാദൃശ്യമുള്ള അല്ലെ ആ ക്യാരക്ടറിനെ പോലെ റിയൽ ലൈഫിൽ തന്നെ പെരുമാറുന്ന ആൾക്കാർ. ഇപ്പം ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ പോലീസുകാരനെ തന്നെ ഞാൻ പറയുന്നില്ല, അതേ ഫിസിക്കുള്ള അല്ലെങ്കിൽ പോലീസുകാരനെ പോലെ തന്നെ നമുക്ക് ബിഹേവിയറിൽ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ ഒരുപാട് സമയം, ഒരു ഷോർട്ട് ഫിലിമിന് നമ്മൾ സിനിമയെ പോലെ ഒരുപാട് ടൈം എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് അത്രയും പ്രശ്നമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺസേൺ ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ ഷോർട്ട് ഫിലിംസിൻ്റെ കാര്യം പറഞ്ഞു, യൂട്യൂബ് ചിത്രങ്ങളുടെ കാര്യം പറഞ്ഞു. ആക്ച്വലി സിനിമകളുടെ റണ്ണിങ് ടൈം ഇപ്പോൾ ഭയങ്കര ഒരു വിഷയമാണ്. നമ്മളൊരു 3 hours എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്നാൽ ദുരന്തർ ഈ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം പൊളിച്ചെഴുതിയ ഒരു സിനിമയാണ്. പക്ഷേ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും സമ്മതിച്ച ഒരു കാര്യമാണ്. ഒരു റീൽ സംസ്കാരമാണ്, അതിനനുസരിച്ച് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. പക്ഷേ നാളെയുടെ സിനിമ
ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ? മീൻസ് റണ്ണിങ് ടൈമിൻ്റെ കാര്യത്തിലാണ് മനോജിൻ്റെ വിഷൻ എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ എന്നുള്ളത്? ഗണേഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ള ആളുകളുടെ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ സ്പാന് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സിനിമയെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്നുമുണ്ട്. കാരണം നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ തന്നെ പലരും ഫോൺ യൂസ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ സിനിമ എത്രത്തോളം നല്ലതാണ്, സിനിമ എത്രത്തോളം എൻഗേജിങ് ആവുന്നു, അത്രത്തോളം അവരും എൻഗേജിങ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒരു സിനിമയുടെ ക്രാഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സിനിമയുടെ ടൈം ഒരിക്കലും കുറയുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ആ കഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് അതിൻ്റെ ക്രാഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി കുറച്ചൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്രിയേറ്ററിനോട് ചോദിക്കാൻ വേണ്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ മനോജ് മെയിൻ സ്ട്രീമിലോട്ട് വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓരോ ഡയറക്ടറിനും ഒരു സിഗ്നേച്ചർ ഇത് കാണും. ഇപ്പം മോത്തേട്ടൻ്റെ സിനിമകളിൽ ഒരു രസം, ഒരു തമാശ ഇങ്ങനെയുള്ളത്. ഇപ്പം ജോണി ആൻ്റണി അദ്ദേഹം ചെയ്തു വന്ന ഒരു ലൈഫ് ഓഫ് ഒരു കൈൻഡ് ഓഫ് ഒരു ജോണർ അദ്ദേഹം പിടിച്ചു വന്നു. ജിത്തു ജോസഫിലോട്ട് വന്നപ്പോഴേക്കും ഒരു ഡിറ്റക്റ്റീവ് കൈൻഡ് ഓഫ്, ലോകേഷ് കനകരാജിലോട്ട് വന്നപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്ലഡ് ഷെഡ്, എല്ലാം അങ്ങനെ ഒരു സിഗ്നേച്ചർ സ്റ്റോറി ടെല്ലിങ് അവരവർ മാസ്റ്റർ ആയിട്ടുള്ളതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് വരുന്നുണ്ട്. ഇപ്പം പല പല ഓരോ സിനിമകളും ഓരോ ജേണറിൽ നിർത്താൻ ശ്രമിക്കുന്ന ക്രിയേറ്റേഴ്സും മലയാളത്തിലുണ്ട്. നമ്മുടെ മനോജിനോട്ട് വരുമ്പോൾ മനോജ് എങ്ങനെയാണ്, മനോജിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും മനോജിൻ്റെ ഒരു, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമുല അങ്ങനെ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഒരു ത്രില്ലർ, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ്, ഫാമിലി പാക്ഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, ചുമ്മാ ഒരു ഇതായിരിക്കും എൻ്റെ ഒരു ജോണർ എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ, പിന്നെ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോണർ ആക്ഷൻ ത്രില്ലർ സിനിമകളാണ്. ആക്ഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ പക്ക ഇൻ ആൻഡ് ഔട്ട് ആക്ഷൻ ത്രില്ലർ സാധനങ്ങളാണ്. എന്നാൽ അതേസമയം എല്ലാ ജോണർ സിനിമകളും ഞാൻ ആസ്വദിക്കാറുണ്ട്. ഇപ്പോൾ ജിത്തു ജോസഫ് സാറിൻ്റെ സിനിമകൾ എന്നെ ഞാൻ പുള്ളിയുടെ ഭയങ്കര ഒരു ആരാധകനാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ജോണേഴ്സ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഡയറക്ടേഴ്സിനും അങ്ങനെ സാധിക്കണമെന്നില്ല. പക്ഷേ നേരെ മറിച്ച് ഞാൻ ലോകേഷ് കനകരാജ് സാറിൻ്റെ ഭയങ്കര ഒരു ആരാധകനാണ്. പുള്ളിയുടെ സിനിമകൾ എന്നെ ആകർഷിക്കാറുണ്ട്. അതുപോലത്തെ ലോകേഷ് കനകരാജ് അദ്ദേഹം ചെയ്യുന്ന പോലത്തെ ഉള്ള സിനിമകൾ ചെയ്യാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഫൈറ്റ്, ബ്ലഡ്, അങ്ങനെയുള്ള, കാരണം നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ബ്ലഡ്, ഫൈറ്റ് എന്നുള്ള സാധനങ്ങൾ വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആക്ഷൻ സിനിമകൾ ചെയ്യാൻ ആണ് കൂടുതൽ താല്പര്യം. ഒരു 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 യാത്രയിലാണ്, ഒരു മെയിൻ സ്ട്രീം സിനിമ ചെയ്യണം എന്നുള്ള ഒരു യാത്രയിലാണ്. ആ യാത്ര എന്തൊക്കെയാണ്? ആ യാത്രയിൽ കുറച്ച് പഠിച്ച പാഠങ്ങൾ, ഇന്ന രീതിയിൽ പോവാം. ചിലപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് ഇതിനിടയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം നമ്മളായി ഒരുമിച്ചുള്ള യാത്രയിൽ നമുക്ക് ആക്ടിങ് സ്കൂൾസ്, അഡ്വർടൈസ്മെൻറ്റ്സ്. പക്ഷേ നമ്മുടെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരു ക്യാൻവാസ്, ഒരു സിനിമ, ഒരു വലിയൊരു കഥ, അത് തന്നെയാണ്, ഒരു ആക്ഷൻ കഥ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയിൽ എന്തൊക്കെയാണ് എപ്പോഴും സ്വയം ഒരു റിമൈൻഡറായിട്ട് കീപ്പ് ചെയ്യാറുള്ളത്? എൻ്റെ ഗോൾ ഇതാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് വെച്ച് അങ്ങനെ വർക്ക് ചെയ്യാറുണ്ടോ സ്വയം? അങ്ങനെ ഇവിടെ റൂൾസ് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. നമ്മൾ ആ വരുന്ന സമയത്ത് അതിനെ ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാറ് നമ്മൾ ആ പ്രോസസ്സിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം അല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ തളർന്നു പോകും. നമ്മൾ ആദ്യം ഒരു സിനിമ ആണ് നമ്മുടെ പാഷൻ, അല്ലെങ്കിൽ സിനിമയാണ് നമ്മളെ മുന്നോട്ടുള്ള വഴി, നമ്മൾ ലൈഫ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, ഇപ്പം നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാവരും, നാട്ടുകാരുൾപ്പെടെ എല്ലാവരും നെഗറ്റീവ് പറയുള്ളൂ. ഇവർക്ക് പരിചയമുള്ള ഇവരാരെയും കുറ്റം പറയുന്നതല്ല. കാരണം ഇവരുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ ഇവർക്കറിയാവുന്ന ആൾക്കാരോ ആരും തന്നെ സിനിമയിൽ പോയതോ സക്സസ് ആയതോ ഉള്ള ആൾക്കാർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഇത്രയും നമ്മളൊരു 100 പേരുടെ അല്ലെങ്കിൽ ഒരു 1000 പേരുടെ നെഗറ്റീവായിരിക്കും നമ്മൾ കേൾക്കുന്നത്. ഇത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു സിനിമ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ഫേസ് ചെയ്യുന്നൊരു ഘടകം. അത് ഞാനാണെങ്കിലും ഗണേഷാണെങ്കിലും ഇപ്പോൾ
എല്ലാവരും ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് തന്നെയായിരിക്കും സിനിമയെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന എല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യ ഘടകം. ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരുമാനങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും. പല സമയത്ത് നമ്മൾ ഡൗൺ ആയി പോവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ പോസിറ്റിവിറ്റി ആണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. പിന്നെ നമ്മൾ പ്രോസസ്സിൽ വിശ്വസിക്കുക. കൂടെ തന്നെ നമ്മൾ സിനിമയെ ഡെയിലി എന്നും നമ്മൾ സിനിമയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക.